ഒരാശങ്കയുമില്ല എന്ന് മാത്രമല്ല ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി KPCC വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് വീഴ്ച പറ്റി എന്നുള്ളത് കൃത്യമായി KPCC പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും വിതിൻ സെക്കൻഡ്സ് അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. അവിടെ ഏറ്റവും കൊഹസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐക്യം അവിടെ നടന്ന രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന വോട്ട് ചോരി യാത്ര അല്ലെങ്കിൽ വോട്ട് അധികാർ യാത്ര, ആ യാത്ര ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ് ഇപ്പോൾ സത്യത്തിൽ NDA മുന്നണിക്കകത്ത് ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ മുന്നേറ്റത്തിൻ്റെ ജനമുന്നേറ്റത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. അതുകൊണ്ട് ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വൻപിച്ച മുന്നേറ്റം ഇന്ത്യ മുന്നണി കൈവരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെട്ടാൽ പിന്നെ ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അസ്തിത്വം തന്നെ ദുർബലപ്പെടുന്ന സ്ഥിതി വരും. ഗവൺമെൻറ് തന്നെ താഴെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും.